അവിടെ തന്നെ വെച്ചു. ഞാൻ പിന്നെ എന്തിനാ എവിടേക്കാ കൊണ്ടുപോകണേ? ഞാൻ എന്തൊരു തണുപ്പ് വെച്ചിട്ടന്ന്. നല്ല തണുപ്പാണ് കേട്ടോ. എപ്പോ എന്താ എങ്ങനെ പറയാ, വൃശ്ചിക മാസത്തിന്റെ തണുപ്പ് തുടങ്ങിയുള്ളൂ തണുപ്പ്. ഒരു തണുപ്പ് ഇങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ തണുപ്പാണ് പറഞ്ഞാലോ. ഏട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ ഏട്ടപ്പ പറയും എന്താ അതല്ല ഏട്ടപ്പ പറയും, ഞാൻ ഈ രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടല്ലേ ഞാൻ ഇരിക്കുന്നത്, എന്നിട്ട് അങ്ങക്ക് തണുപ്പ് ചോദിക്കും. തണുക്കുണ്ടോ? ഉണ്ട്. അതല്ലേ അവള് ബിസ്ക്കറ്റും ചായയും കയറ്റുന്നത്. പിന്നെ അവള് തണുത്തിട്ടാണല്ലോ അത് കഴിക്കുന്നത്. അല്ലേ ചുമ്മാ തണുപ്പ് വരുമ്പോഴേക്കും ഇങ്ങനെ തണുക്കുകയാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇതെന്താ ഉണ്ടാക്കണെന്ന് വിചാരിക്കണ്ടല്ലേ. ഇതോ ഇതാണ് മുട്ടിയും മുരിഞ്ഞി ഉണ്ടാക്കാതെ വിചാരിച്ച്. അമ്മൂന് ചോറ് കൊണ്ടുപോകാനേ മുട്ടിയും മുരിഞ്ഞി അവൾക്ക് ഇഷ്ടമാട്ടത്. അവൾക്ക് മാത്രമല്ല അവളുടെ കൂട്ടുകാരികൾക്കും ഇഷ്ടമാണ്. അപ്പം ഇന്ന് നമ്മുടെ അമ്മൂട്ടി പനിയൊക്കെ മാറിയിട്ടൊന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങണേയുള്ളൂ അല്ലേ അമ്മോ? ആദ്യമായിട്ടല്ല, പനി മാറിയിട്ട് ആദ്യമായിട്ടല്ലേ? തണുപ്പ് ഏത് കൂടെ എന്താ കൊടുക്കുന്നത്? എന്താ ഏട്ടന് തണുക്കണില്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് തണുക്കണ്ടേ. ഞങ്ങൾ പാവങ്ങളാണേ, തണുപ്പ് അതുകൊണ്ട് കൂടി അറിയോ? പാവങ്ങൾക്ക് തണുപ്പ് കൂടും. അതൊക്കെ കണ്ടാമൃഗ പന്നികള് കണ്ടാമൃഗങ്ങൾക്കൊക്കെ കണ്ടോ തണുപ്പുണ്ടോ? ഞാനിപ്പോ കണ്ടാമൃഗം പന്നിയൊക്കെ അയ്യേ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഏട്ടന് തണുത്തം കൊണ്ടല്ലേ ഏട്ടൻ എങ്ങനെ നിൽക്കുന്നത്, ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് എന്നിട്ട് പറയുന്നത്. ഫോൺ അങ്ങോട്ട് തിരിക്കാൻ പറ്റിച്ചോ ഒന്ന് തിരിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. എങ്ങനെ തിരിച്ചാലും ചെറിയ തണുപ്പൊക്കെ താങ്ങണം. മലയ്ക്ക് ഏട്ടനൊക്കെ താങ്ങൂട്ടോ. കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ മലയ്ക്ക് പോണ സമയത്തൊക്കെ നല്ല പുഴയിൽ പോയി കുളിക്കുമ്പോഴേ മുങ്ങി നീറ്റ് ചൂടാവുന്ന ഏത് പുഴയില്? ആഹാ, മുങ്ങി നീറ്റ് പിന്നെ ചൂടാവുന്നല്ലേ. ആ കുഞ്ഞുണ്ണീനെ വേഗം കുളിപ്പിച്ചു കൊടുക്കണേ. രാവിലെ സുഖമാണ്, വൈകുന്നേരത്താണ് തണുപ്പ് കൂടുക. വൈകുന്നേരം തണുപ്പുള്ള മുങ്ങി നല്ല വൈകുന്നേരം തണുപ്പല്ല, വൈകുന്നേരം ചെറിയ ചൂടുണ്ടാവും. പക്ഷെ വെള്ളത്തിൽ മുങ്ങിട്ട് എണീറ്റ് കഴിഞ്ഞാൽ തണുപ്പ് വരച്ച്. ഇന്നലെ വൈകുന്നേരത്ത് മുതൽ നല്ല ഇതാ. ഇന്നലെ ഞങ്ങളില്ലേ പിന്നെയും ഡ്രസ്സ് എടുക്കാൻ പോയി. 4 ജോഡി ഡ്രസ്സ് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാട്ടിയെന്നറിയോ, തുണി എടുത്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. സാരിയും കിട്ടണില്ല. സാരി 4 എണ്ണം ഞങ്ങൾ പോയപ്പോൾ ഏട്ടന് ഉദ്ദേശിക്കുന്ന കളർ ഏതാണെന്നറിയോ? അത് കാണിച്ചു തരാം അല്ലേ? അത് കാണിച്ച് തരുന്നില്ല. അതാണ് സർപ്രൈസ്. ആ സാരിയിലൊരു സർപ്രൈസ് ഉണ്ട്. ആ സാരിയിലൊരു ആ കളറിലൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താന്നുള്ളത് അത് നിങ്ങൾ പാടില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഏട്ടന് ആ കളർ തന്നെ വേണം പറഞ്ഞിട്ട് കളറിലൊരു കാര്യം ആ കളറിനൊരു കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ. ആ കളറും എല്ലാം പാടല്ലേ സെറ്റായിട്ട്. വീഡിയോ കാണുമ്പോൾ ഞെട്ടണം. പരിപാടിയുടെ വീഡിയോ കാണുമ്പോൾ ഞെട്ടണം പറയാം. ആ രീതിക്ക് സർപ്രൈസ് വേണം. ഞെട്ടിക്കൽ ബിരിയാണി ഇപ്പത്തെ ട്രെൻഡാണിത്. പറഞ്ഞിട്ട് ഇങ്ങനെ ഞെട്ടിക്കൽ ബിരിയാണിയിലെ മുട്ടി ഒരു ഞെട്ടണം. ആ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം. സിമ്പിൾ ആയിരിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ നിമ്മിക്കേട്ടന് എന്താ അത് പറഞ്ഞതെന്നുള്ളത്? ഞങ്ങൾക്ക് ദേഷ്യം വരിക ചെയ്യണതേ. ഓരോ കടയിൽ പോവുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് പറ്റാതെ ആവുക, പിന്നെ ഒരു കടയിൽ പോവുക, അവിടെ ചെല്ലുമ്പോൾ ആ കളറ് കിട്ടാതെ ആവുക. അയ്യോ, അപ്പം അങ്ങോട്ട് വരുന്ന ദേഷ്യം ഉണ്ടല്ലോ ചില്ലറയൊന്നല്ല. ഈ തുണിക്കടയിൽ ഇങ്ങനെ പോവുക, അവിടെ കുറച്ച് നേരം നിൽക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേ എന്താ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ കുത്താമ്പുള്ളിയിലൊക്കെ പോകേണ്ടി വരും തോന്നുന്നത്. ഇപ്പം പിന്നെ തുണി എടുത്തിട്ട് അടിച്ച് തരാൻ പറഞ്ഞു കേട്ടോ. അതാകുമ്പോഴും എന്തായാലും നമുക്ക് തുണി എടുത്ത് ഷേപ്പാക്കണ്ടേ. അപ്പം അടിച്ചാൽ കാണുമെന്ന് വെച്ചാൽ കുറേ നമുക്ക് ഉപയോഗിക്കാനും പറ്റുമല്ലോ അല്ലേ. തുണിക്കധികം വിലയും ഇല്ലല്ലോ. തുണി സുകന്യെ തുണിക്കധികം വിലയുണ്ടോ അതൊന്നും അറിയാൻ പറ്റില്ല. തുണി കിട്ടിയാലേ പറയാൻ പറ്റും. റണ്ണിങ് മെറ്റീരിയലിന് വില കുറവ്. എങ്ങനത്തെ തുണി എന്നുള്ളത് ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ? തുണി കാണാൻ പോയിട്ടില്ല. ഇന്നലെ കാണാൻ പോകും. എപ്പോഴാ പോണ്? അപ്പൊ എപ്പോഴാ പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് പോകാൻ പറ്റും. അപ്പോഴേ ആളുണ്ടാവും അവിടെ.
നന്നായി കണ്ടോ. മുട്ടയും മുരിങ്ങയും കുറച്ച് എരിവുമാണ് കേട്ടോ അത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മുട്ടയും മുരിങ്ങി ഉണ്ടാക്കുമ്പോഴേ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്താ വേവ് ഉണ്ടാവില്ല. നമ്മുടെ ഇലക്കറികളൊക്കെ അല്ലേ ഒരു പകുതി വേവിൽ കഴിക്കണമല്ലേ നല്ലത്. അപ്പം അല്ലാണ്ട് നല്ല വെന്തതാവരുത്. നമുക്കുടെ അറിവാണ് കേട്ടോ, നിങ്ങൾക്ക് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ പകുതി വേവ് നിക്ക് കിച്ചോ. അവന് മുട്ടി മുരിങ്ങി എന്താ തിന്ന് നിക്ക് 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 ചേച്ചിക്ക് ആക്കട്ടെ. കുപ്പായിട്ടിട്ട് ഇരിക്കണേ, തുണി ഇടാണ്ടിരുന്നിട്ട് തണുക്കണ് പറഞ്ഞ എങ്ങനെ ശരിയാവുക? നാളെ അമ്മമ്മ മാലിടുന്നു. അന്ന് ബുധനാഴ്ച അല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ് കിച്ചു. പിന്നെന്താ പറഞ്ഞു? ഇന്ന് ബുധനാഴ്ച അല്ലേ? ഇന്ന് വെള്ളിയാഴ്ച. എടാ നാളെ ശനിയാഴ്ച അമ്മമ്മ മാലയ്ക്ക് മാലിടുന്നതേ. അടുത്ത ശനിയാഴ്ചയല്ല, ധനുമാസം 1 തീയതി പോവുള്ളേ. ഇതാട്ടോ കിച്ചുവിന് മുട്ടയും ചോറ് വേണ്ടേ? ഇതെന്തിനു കിച്ചു കൊണ്ടാണ്? പതിവില്ലാത്താണല്ലോ. എടി 8:20 പെണ്ണേ. തുണി ഇട്ട് വെച്ചിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും ആവും. അവൾക്കില്ലേ ഇതിലിടുന്നതാ ഇഷ്ടം. ഇനി 2 മാങ്ങ ഉപ്പിലിട്ടതും കൂടി ചൂൻ്റെ അല്ലേ. നിക്ക് നിക്ക് അയക്കിട്ടിട്ട് എല്ലാവർക്കും പാടെ തരാം. നിക്ക് അപ്പൊ ബാക്കിയുള്ളവരെന്താ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടോ? ചേച്ചിക്ക് കൊടുക്കട്ടെ, അവർക്കൊക്കെ കുറേശ്ശെ കൊടുത്തിരുന്നു ഏഴ് കിട്ടോ? ഇട്ട് ഇലക്കട്. എന്നാ എല്ലാവരും കൂടി അങ്ങനെ ഇട്ട് കഴിച്ചോളൂ. അപ്പൊ എല്ലാവർക്കും ആയില്ല, അല്ലെങ്കിൽ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കിട്ടാ ഉള്ളി ഉപ്പ് ഇട്ടാ മതി. എന്തോത്തെ വണ്ടി കൊണ്ട് പോയി? ആരാ വണ്ടി മതി 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 മതി. ആരാ വണ്ടി കൊണ്ട് പോയി അറിയില്ലേ? നിന്റെ അച്ഛ. എന്റെ അച്ഛനെ അല്ലാണ്ട് ആരാ എടുത്തിട്ട് പോയി? ഓ ആരാന്നറിയില്ല. അതേ ഉപ്പിട് മുട്ടിന്ന രസല്ലേ? അങ്ങനെ നല്ല രസാട്ടാ. ചൂടുള്ള ചോറും കൂടി. ചട്ടിയൊന്നും ആക്കില്ല. മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ, മാങ്ങപ്പിലിട്ടതും ഒക്കെ ഉണ്ട്. ഇവർക്ക് ഇങ്ങനെ ഇത് ഇഷ്ടമാണ്. അച്ചുവായോ ഇത് എൻ്റെ വീട്ടിലേ അമ്മ ഉപ്പേരിയൊക്കെ ബാക്കിയുള്ള സമയത്ത് കുറച്ചൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പം എന്താ അമ്മ ചെയ്യാന്നറിയോ? അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ തുള്ളി ഉപ്പേരിയിൽ തോര ചോറിട്ടിട്ട് തരും കേട്ടോ. അപ്പം ആ ഒരു എണ്ണച്ചോയി ഉപ്പേരിയുടെ ചെറിയൊരു ചോയൊക്കെ ഉണ്ടാവും. ഒന്ന് വായേ, ഇനി അവളുടെ ഒരുങ്ങി വരുമ്പോഴേക്ക് ചോറ് കഴിയും. എന്നിട്ട് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും. അച്ചുവായോ? ഞാൻ അച്ചുവിനും കൂടി കൊടുക്കട്ടെ. ബാ ചോറ് മറ്റൊരു കുഞ്ഞിനുള്ള ചോറില്ലേ അവൻ്റെ അമ്മായി വാരി കൊടുത്തിരുന്നേ. കുഞ്ഞുണ്ണി പുറപ്പെടും ചെയ്തില്ല. കണ്ടോ ഇങ്ങനെ ആകുമ്പോൾ അവർ കഴിക്കൂട്ടോ. ഇങ്ങനെ വെള്ളം എന്നാ മുട്ടിക്ക് എന്നാ കണ്ടോ എന്നാ കഴിച്ചിട്ടാണ്. എന്ത് കരഞ്ഞ പോലെ ഉണ്ടാവും പോകുമ്പോന്ന്. അടുപ്പത്ത് പോക വന്നിട്ടല്ലേ പിന്നെ ചോറ്. ഇതെന്താ മണ്ണ് ചോറ് കമ്മിയാ പിന്നെ? തിളപ്പിച്ചു വിട്ടണ്ടേ? ഇന്നെന്താ പണിക്കാർക്ക് കൊടുക്കുക? എന്താ കൊടുക്ക? രാവിലെ പുട്ടുണ്ടാക്കിയാൽ മതി. പുട്ടുണ്ടാക്കിയാൽ
പുട്ടും അല്ല പുട്ടുപൊടി ഉണ്ടല്ലോ. പഴം വാങ്ങിയതോ? പഴം വാങ്ങിയതോ? പഴം ഇവിടുത്തെ പഴം ആവണേല്ലോ. എന്നിട്ട് പഴം വാങ്ങിയതിട്ടാ പഴം മീനും വാങ്ങിട്ട് വരും. എന്നാ വേഗം പുട്ടുണ്ടാക്കാലോ. ഇപ്രാവശ്യത്തെ പുട്ടും കുറ്റിയാണെങ്കിലോ പുതിയത് വാങ്ങിയത് ചെറിയതാണ് കേട്ടോ. 5 കുറ്റി. എന്താ ഒരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പുകയ്ക്കീനോ. ക്യാരറ്റൊക്കെ കൂട്ടിട്ട് ടാറ്റ കൊടുക്ക ചേച്ചിക്ക്. ടാറ്റ. അമ്മോ ഇതാ കൂട്ടറെ ചോറ്റും പാത്രം എന്നാ ചോറ് കൊണ്ടേക്കോ. ഏട്ടൻ്റെ ഈ ഷർട്ടിൽ എങ്ങനെയാട്ടാ നീല കളർ അയക്കണത്? ഇന്നലെ അവിടെ അല്ലേ പുതിയ വീട്ടിലമ്മ പേനയും കൊണ്ട് കുത്തി വരണക്ക്. അത് അറിയില്ല. പേനയും കൊണ്ട് ഉണ്ട് കുത്തി വരണിട്ട് അതില്. കുഞ്ഞ് വന്നപ്പോഴേക്ക് ഇട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ടൊന്നും ഇല്ല. പുതിയ വീട്ടിലേ കുത്തി വരണക്ക്. പെയിന്റിങ് കഴിഞ്ഞ കൊടുത്തു കൂടെ? പെയിന്റിങ് വരഞ്ഞ കൊടുത്തു കൂടെ. അതിപ്പോ ഇവരല്ലാണ്ട് വലിയൊരു ചെയ്യോ. ആ അപ്പോൾ രാവിലെ അവിടെ പണിക്കാരുണ്ടല്ലോ, അവർക്ക് കഴിക്കാൻ പുട്ടും ഇഷ്ടവും പഴമാണ് കേട്ടോ. ഇഷ്ടവും ഞങ്ങളുടെ ഉരുളക്കിഴങ്ങ് കണ്ടോ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി ഇട്ടിട്ടില്ല, ഇഞ്ചി, പച്ചമുളക്. ചായക്ക് വെള്ളം വയ്ക്കണം. അനിയേട്ടന് എല്ലാവരുടെ അടുത്തും കുപ്പിവട ഉരുത്തായോ ചോദിക്കുക. സ്വർണ്ണവട ചോദിക്കണ പോലെയാണ് കുപ്പിവട ചോദിക്കണത്. എന്തിനാണെന്നറിയോ? നമ്മുടെ പുതിയ വീട്ടിൽ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വെക്കുമല്ലോ മുകളിൽ. അപ്പോൾ അടിയിലൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതിലില്ലേ കുപ്പിവടകൾ ഇടാന്ന്. എല്ലാവരും എന്താ ചെയ്യുക? പലതരം കല്ലുകളല്ലേ ഇടുക. അനിയേട്ടൻ കല്ലുകൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിടുന്നു. അതാ പറയുന്നത്. ഏട്ടൻ പഠിക്കുന്ന സമയത്തില്ലേ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ആവുക കേട്ടോ. ഏട്ടന് നല്ല ഐഡിയ ഉണ്ട്. നമുക്ക് പിന്നെ ആ സംഭവങ്ങളൊന്നും ഇല്ല. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരി. അവൻ ഞാനതന്നെ ഏട്ടാ കാര്യമുണ്ടോ? പിന്നെന്താണ് മീന് കഴിച്ചോ സൂര്യ? എന്നിട്ട് മതി, ഞാൻ വരാം. കണ്ടോ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. മത്തിയുണ്ട്, പിന്നെ മാന്തളുണ്ട് കേട്ടോ. കൂർക്ക നേരെക്കാണ്ട് കൂർക്കപ്പേരി വെക്കണം. അതിൽ ഞാൻ സുർക്കിട്ട് വെച്ചാൽ അപ്പോൾ പുട്ട് രാവിലെ ചോറ് കുട്ടികൾക്ക് കൊണ്ടുപോകണതിൻ്റെ തിരക്കും ഒക്കെ പാടായിട്ട് നല്ല രസമായിരുന്നല്ലേ രാവിലെ നിന്ന്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ കേട്ടോ രാവിലെ തിരക്ക്. സൂര്യ നീ കഴിച്ചിട്ട് കഴിക്ക്. അതാണെങ്കിലും ഇവിടുത്തെ വെള്ളം ഇവിടെ നമ്മൾ പാത്രം കഴുകണോടത്തെ വെള്ളം അങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നിറയെ ഈ കോഴികളുള്ളതും കൊണ്ട് ചെനക്കിയിട്ട് അവിടെ വൃത്തിയായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പാത്രം കഴുകണില്ല. ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടൊക്കെ നമുക്ക് ഉമ്മറത്തേക്ക് പോകണം. അതാണ് ആകെയുള്ള ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് തോന്നില്ലല്ലോ ഇനിയേട്ടാ? എന്താ ബുദ്ധിമുട്ട്? പാത്രം എടുത്തിട്ട് അങ്ങോട്ട് പോകണേൽ എന്താ ബുദ്ധിമുട്ട്? അതാണെങ്കിലും റോട്ടിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. എടി പുട്ടുവാണെങ്കിൽ കഴിച്ചടി. എന്താട്ടോ ഇത് ഇത്ര മതി. ചോറ് ഉണക്കമുളക് ഉള്ളി ഇട്ടിട്ട് ചമ്മന്തി അരച്ചതുണ്ട്. പുട്ട് പറ്റാത്ത ആ ചമ്മന്തി കണ്ടിട്ടാ ഞാൻ പുട്ടും ചമ്മന്തി തിന്നങ്ങട്. അല്ലാണ്ടെന്താ കണക്ക പുട്ടും രസം തിന്നാ പിന്നെ ചമ്മന്തി കൂട്ടി തിന്നൂടെ? ദേവമാമ തല്ലുട്ടോ. കറിവേപ്പിൻ്റെ ഇല കഴിഞ്ഞൂലമ്മ. പുട്ട് എങ്ങനെ ചങ്കന്ന് ഇറങ്ങുക ചോദിക്കില്ലേ? എങ്ങനെ ചങ്കന്ന് ഇറങ്ങുക? എവിടെ ആ ഉണ്ട് പുട്ടുണ്ട്, ഉപ്മാവ്. 6 ആളില്ല, വന്ന 5 പേര്. ഇന്നലെ നമ്മൾ ഒന്നുമില്ലാണ്ട് അമ്മ വയ്ക്കുന്ന പോലെ മീൻകറി വെച്ചു. ഇന്ന് നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടാണ് മീൻകറി വെക്കുകയെന്നറിയോ? ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് മീൻകറി വയ്ക്കും. ദിവസം ഒരേപോലെ കൊടുക്കാൻ പാടില്ലല്ലോ, മാറി കൊടുക്കണ്ടേ അല്ലമ്മ? അപ്പോൾ ഇത് അപ്പുറത്തെ തൊടിയിൽ ഇഷ്ടം പോലെ വിറക് കിടക്കുന്നുണ്ട് കേട്ടോ. വിറകിനൊന്നും ഈ പണി നടക്കും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നല്ലേ സുകന്യയുടെ അടുത്ത് 2 ഡസൻ കുപ്പിവെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ ചോദിച്ചേ സുകന്യ കുപ്പിവെള്ളം തായെന്ന്. ഞാൻ തരില്ല കുപ്പിവെള്ളമെന്ന്. എന്നിട്ട് അവൾ ഇടുമോ ഇല്ലായിരുന്നു. അതെന്നും കാണാലോ.
അത് ഇട്ടതൊക്കെ പൊട്ടി കഴിയാറായില്ലേ ഇനി നമുക്ക് സൂര്യപ്പോ ഇനി ഞങ്ങള് അത് മുത്തുള്ളതാണേ ഇതാ ഇപ്പൊ സംഭവം സെറ്റായി. ഇതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ ചെയ്യാൻ. ഞാൻ തേങ്ങാപ്പാൽ അധികം പിഴിയാറില്ല. ഞാൻ അങ്ങനെ മിക്സിയിൽ ഒരൊറ്റ അരച്ചിട്ട് വെക്കും. അല്ല എപ്പോഴും ഞാൻ അരയ്ക്കാറില്ല. തേങ്ങ ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കറി വേണ്ടേ, അപ്പം പിന്നെ ഒരു തേങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കണം. അത്രയൊന്നും ഇതാക്കാറില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ കൂടെ എൻ്റെ അമ്മ പറയും തേങ്ങയുടെ കൂടെ 2 മണി അണ്ടിപ്പരിപ്പും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പറയും. പക്ഷെ നമ്മളത് കടുക് തളിച്ചില്ലേക്കണ്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴാണ് സെറ്റായത് കേട്ടാ. ഇനി ചായയും കൂടി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നോക്കണം. സുകന്യെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കണ്ട. അവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എന്തിനാണ്? എന്താ ഏട്ടാ അങ്ങനെ പറയുന്നത്? പിന്നെ അവിടെ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ. എന്താട്ടോ ഇത് നമ്മൾ സുർക്കൊഴിച്ചിട്ട് മാങ്ങഞ്ചി ഇട്ടതാണ് കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇട്ടതാട്ടോ. ഇത് മാറ്റണം. ഇനി നമ്മൾ ഇതിക്കില്ലേ ആവശ്യത്തിനധികം തോനെ വെച്ച ഇത്രയൊക്കെ മുളക് വേണം. എരിവ് വേണ്ടേ? മുളക് വേണം നോക്കിയേ. എരിവില്ലാണ്ട് എങ്ങനെയാട്ടാ എന്താ അച്ചാറ് ചാകരയാണ് സൂര്യന്. ഇനിയിപ്പോ ഒരു 10 ദിവസം സൂര്യന്റെ ചാകരയാണ്. ഇനി നോക്കിക്കോ എരിവ്. ഇത് ഏട്ടൻ കാണുമ്പോൾ കുറച്ചുള്ള പോലെ തോന്നുകയാണ്. ഇത് തോനുണ്ടേലമ്മ എത്ര വേണം വച്ചിട്ടാ. പിന്നെ ഈ അച്ചാറ് ചൊടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടണത്? ഒരു സാമ്പാർ മാത്രമായാലും മതി. ഒരു അച്ചാറ് നല്ലതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. സാമ്പാറല്ല എന്ത് കൂട്ടാനാണ് പറഞ്ഞു വെച്ചാലും രണ്ടാമതും മൂന്നാമതൊന്നും വേണ്ട കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അച്ചാറുണ്ട് പറഞ്ഞു വെച്ചാൽ കൂട്ടാൻ എന്തെങ്കിലും മതി. ഈ ഉപ്പേരി വേണം, പപ്പടം വേണം, പുട്ടും അച്ചാറും കഴിച്ചായിരുന്നു. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ലതാട്ടോ. അതങ്ങനെ ആക്കിയിട്ട് കടുക് താളിച്ചിട്ട് കഴിക്കില്ലേ, നമ്മുടെ മാങ്ങയുടെ പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ കുറച്ച് പുളി ഇല്ലെങ്കിൽ പുളിവെള്ളത്തിലിട്ട് വയ്ക്കുക. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇതേപോലെ സുർക്കയിലിട്ട് വയ്ക്കുക. അപ്പോൾ അതിന് അച്ചാറിട്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ കായം ഒലുവ അത് നല്ല പോലെ വറുത്ത് മുളകല്ലേ തരുന്നത് തട്ടും. ഇതിലിങ്ങനെ തന്നെ എന്താ കയ്യേറ്റാ എന്നാ സൂ നിങ്ങൾ കാണിക്കണേ. ചാറല്ല എരിവ് നോക്ക്. പക്ഷെ വായിൽ പുണ്ണായതും കൊണ്ടാണ്. എരിവ് പോരെ? പുളിപ്പ് പിടിച്ചില്ലേ? ഉപ്പ് പിടിക്കും വേണോ? ഇതൊക്കെ ഞാൻ നല്ല സെറ്റാക്കി വെച്ചതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ മാങ്ങയുടെ പോലത്തെ ഒന്നുമില്ലേ. നമ്മൾ മാങ്ങ കൂട്ടിയിട്ട് ഇത് അച്ചാറിടാം കേട്ടോ. ഇനി ഇതിൽ ഞാനിതിൽ വെളുത്തുള്ളിയോ കരണ്ടും പോയി ഐശ്വര്യം വെളുത്തുള്ളി പച്ചമുളക് വേണമെങ്കിൽ 3-4 അരിഞ്ഞിടും. പക്ഷെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും കൂട്ടാറില്ല കേട്ടോ. നമ്മൾ സാധാ അച്ചാർ വയ്ക്കില്ലേ, കൊടുക്കുക. സാധാ അച്ചാറില്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കുക. കായ ഒലുവി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം നല്ലപോലെ തിളപ്പിച്ചാറിക്കുക, എന്നിട്ട് ഇതിൽ ഒഴിക്കുക. അപ്പോൾ കുറച്ച് മാങ്ങഞ്ചി പറയുമ്പോൾ ഇവിടെ പണിക്ക് വന്നിരുന്നവരൊക്കെ പറഞ്ഞു എവിടെന്നാ ചേച്ചി മാങ്ങഞ്ചി കിട്ടി, എവിടെന്നാ ചേച്ചി മാങ്ങഞ്ചി കിട്ടിയെന്ന്. അവർക്കും കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് അച്ചാറിടുന്നു കേട്ടോ. കുറച്ച് തോന്നിട്ടാലല്ലേ ഇല്ലട്ടാ അവർക്കും കൂടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനേ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഓടണം കേട്ടോ. ഏട്ടന് അതിനേക്കാട്ടിലും ഓടണം. സിമെൻറ്റ് മണൽ പറഞ്ഞ പോലെ ഓരോന്ന് കഴിയുമ്പോൾ അങ്ങനെ ഓടണം. നിങ്ങൾ നിർത്തുകയാണേ. ഇപ്പോൾ 2 ദിവസം നല്ല തിരക്കാണ് പറഞ്ഞില്ലേ. നമ്മുടെ തിരക്ക് നല്ല തിരക്കാണ്. നമുക്ക് വൈകുന്നേരത്താണോ എന്ന് വെച്ചാൽ നല്ല തുണി എടുക്കാൻ പോയിട്ട് തുണി കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതും കൊണ്ട് കുറേ നേരം നമ്മൾ സമയം വഴുകി. പിന്നെ ഇതാ ഇത് കാണിച്ചോ, ഇതിലും പൊട്ടാം. ഇത് ചക്കരക്കിഴങ്ങ് ഇതാ കണ്ടോ, പൊട്ടിത്തറി ഉണ്ടാക്കി. പിന്നെ ഈ ചമ്മന്തിയില്ലേ, ഇതാ അമ്മ അരച്ചതാട്ടോ.
മുളക് ചുട്ട് ചെറിയുള്ളിയൊക്കെ ഇട്ട് അരച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചമ്മന്തി ചൂട് ചോറിൻ്റെ കൂടെ ആഹാ അടിപൊളി. ചൂട് ചോറ് ചൂട് കഞ്ഞി, ചൂട് ചോറ് ചൂട് കഞ്ഞി നമ്മുടെ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് അതിനേക്കാളും വലിയൊരു രസം ഉണ്ടായിട്ടോ. തൈരും വയക്കൂടെ കുറച്ച് ചമ്മന്തി ഇതാണ്ടോ ഇന്ന് കാണിച്ചു തരാൻ. എനിക്കിന്ന് സങ്കടം വന്ന് പറഞ്ഞില്ലേ, സങ്കടം ദേഷ്യം ഒക്കെ വന്നൊരു ദിവസം കേട്ടോ. രാവിലെ തന്നെ കടിച്ച് തുറക്കണ ഇങ്ങനെ തുറന്ന് കണ്ട. നമ്മുടെ അമ്മൂട്ടിക്ക് രാവിലെ മുട്ടി അതേപോലെ മാങ്ങിമ്പാട കൂട്ടിയിട്ട് ചോറാക്കിയതാണ് കേട്ടോ. കുട്ടി ചോറ് കൊണ്ടയില്ല, ചോറ് കൊണ്ടുപോയില്ല. ഞാൻ എന്നിട്ട് വിചാരിച്ചെന്ന് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഉച്ചയ്ക്ക്. എന്നിട്ട് ഏട്ടനോട് വിളിച്ചു പറഞ്ഞു അമ്മ ചോറ് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവൾക്ക് അവളുടെ കൂട്ടുകാരികൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോകാണ്ട് പോയിട്ടാ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ അവർക്ക് കൊടുക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.